ഗിയറിൽ കിടക്കുന്ന വണ്ടി എങ്ങനെ നോക്കിയാലും ഗിയറിൽ തന്നെ കിടക്കത്തുള്ളൂ. അപ്പോൾ അത് ന്യൂട്രൽ ആക്കേണ്ട എങ്ങനെയാണ്, ഇറങ്ങി ഇങ്ങനെ തള്ളുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓട്ടോ ഇരുന്നുകൊണ്ട് തന്നെ ആ ചുവപ്പ് സ്വിച്ച് ഉണ്ടല്ലോ, ആ ചുവപ്പ് സ്വിച്ചിൽ നെക്കിക്കൊണ്ട് തന്നെ പയ്യെ വേണ്ട ന്യൂട്രലായി. ഇത്രേ ഉള്ളൂ കാര്യം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി ഡീസൽ, അതായത് ഓട്ടോറിക്ഷയുടെ കൂട്ടത്തിൽ കുട്ടി ഡീസൽ ഓട്ടോറിക്ഷ എങ്ങനെ നമുക്ക് ഓടിക്കാമെന്നതിനെ പറ്റിയാണ്. ഓടിക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കുട്ടി ഡീസൽ നമ്മൾ സാധാരണ ഓടിക്കുന്ന പോലെയല്ല, ആപ്പ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെയല്ല കുട്ടി ഡീസൽ. ഗിയർ സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ. ഓട്ടോറിക്ഷൻ്റെ ഗിയർ വരുന്നത് ഇങ്ങനെയാണ്, എല്ലാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എല്ലാം താഴോട്ടാണ് കേട്ടോ വരുന്ന ഗിയർ. ഇപ്പോഴത്തെ ആക്സിലേറ്റർ വരുന്നു, വലത്തേക്കാലിൽ ബ്രേക്ക് വരുന്നു, ഇടത്തേക്കാലിൽ ക്ലച്ച് വരുന്നു. ഇത് കാലി ക്ലച്ച് മോഡൽ വണ്ടിയാണ് കേട്ടോ. കാലി ക്ലച്ച് മോഡൽ വണ്ടിയാണ് ആൾക്കാർക്ക് ഓടിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്വിച്ചും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, പെട്ടെന്ന് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നുള്ളൂ. പിന്നെ കാലിലാണ് ഇതിൻ്റെ ഡി വരുന്നത്, സാധാരണ വരുന്നത്. ഇതിപ്പോൾ ഈ ഓട്ടോക്ക് വരുന്നത് പിന്നെ കയ്യിലാക്കിയാണ് ഡി വെച്ചിരിക്കുന്നത്. ഇത് വലിച്ചിട്ടാണ് വണ്ടി. ഇവിടെ ഒരു ചുവപ്പ് സ്വിച്ചുണ്ട്, ഇത് സ്റ്റാർട്ടാക്കേണ്ടത്. അപ്പം നമുക്ക് കാണിക്കുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ടാക്കേണ്ടതെന്ന് വണ്ടി. ആദ്യമായി നമ്മൾ താക്കോൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ചുമപ്പ് സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുക. അതെന്താന്ന് പറഞ്ഞാൽ വണ്ടി ഗിയർ ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ തന്നെ ചാടുന്നൊരു സ്വഭാവം ഈ വണ്ടി കാണിക്കുന്നത്. ഗിയറിൽ കിടന്ന ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഗിയറിൽ നിന്ന് ന്യൂട്രൽ ആക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ന്യൂട്രലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്, അതാണ് ചാടാത്തത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഗിയറായി. ഈ ഗിയറിൽ കിടക്കുന്ന വണ്ടി എങ്ങനെ നോക്കിയാലും ഗിയറിൽ തന്നെ കിടക്കത്തുള്ളൂ. അപ്പോൾ അത് ന്യൂട്രൽ ആക്കേണ്ടത് എങ്ങനെയാണ്, ഇറങ്ങി ഇങ്ങനെ തള്ളുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓട്ടോ ഇരുന്നുകൊണ്ട് തന്നെ ആ ചുവപ്പ് സ്വിച്ച് ഉണ്ടല്ലോ, ആ ചുവപ്പ് സ്വിച്ചിൽ നെക്കിക്കൊണ്ട് തന്നെ പയ്യെ വേണ്ട ന്യൂട്രലായി. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി വണ്ടി സ്റ്റാർട്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അടുത്തിട്ടോ നമ്മൾ ഡി വലിച്ചുകൊണ്ട് സ്വിച്ച് നെക്കുക, എന്നിട്ട് വളരെ സിമ്പിളായിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ. എൻ്റെ വണ്ടി ഇതിനു മുമ്പ് ഓടിയ ആൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വലത്തേക്കയിൽ ഡി വലിച്ച് സ്റ്റാർട്ടാക്കുന്ന രീതിയിലാണ്. അത് അവരുടെ സൗകര്യം അനുസരിച്ച് ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ്. ചിലവർ ഇവിടെ തന്നെ കാലിൽ ഇവിടെ തന്നെ ലിവറൊക്കെ വെക്കാറുണ്ട്, ഇങ്ങനെ വലിച്ച് സ്റ്റാർട്ടാക്കുന്ന രീതിയിൽ. അത് ഓരോ രീതിയിലുള്ള. ഇപ്പോൾ എൻ്റെ മറ്റേ പഴയ വണ്ടിയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. പഴയ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, വീട്ടിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാമോ, ഇത് കാല് വെച്ചാണ് വലിച്ചടിക്കുന്നത്. ഇതാണ് കോമൺ ആയിട്ട് കമ്പനി എല്ലായിടം വരുന്നത്, എല്ലാ വണ്ടിക്കും വരുന്നത് ഇങ്ങനെയാണ്. കാല് വെച്ചാണ് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ വണ്ടിക്ക് കൈ വെച്ചാണ് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഗിയർ മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഞാൻ കാണിക്കുവാണ്. വണ്ടി നേരെ ഡി ബോർഡും വലിക്കുക, വലത്തേക്ക് അതിൽ സ്വിച്ച് നിൽക്കുക. വണ്ടി സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ന്യൂട്രലല്ലേ, വലത്തേക്കാല് ചവിട്ടുക, ഫുള്ള് ചവിട്ടിന് ശേഷം ഗിയർ ഇടുക. ഗിയർ ഇട്ടാണ് ഫസ്റ്റാണ്, എല്ലാ ഗിയറും താഴോട്ട് തന്നെയാണ്. വണ്ടി റണ്ണിങ് ആകാൻ പോവുക. ആക്സിഡൻറ്റ് ചെറുതായിട്ട് കൊടുക്കുവാണ്, കണ്ടാ കേട്ടോ. വണ്ടി ഒന്ന് ഓടി കൂട്ടാൻ വരുമ്പോൾ സെക്കൻഡ് ഇടുക. സെക്കൻഡ് ഇട്ട്
ഇത്ര ഉള്ള കാര്യം, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഗിയർ ഇടുന്നത് ഞാൻ 2 ഗിയർ ഇടുന്നേ കാണിച്ചുള്ളൂ. എൻ്റെ വീടിൻ്റെ ഇവിടുത്തെ വഴി ഇച്ചിരി മോശമായതുകൊണ്ടാണ് 2 ഗിയർ ഇടുന്നത്. നമ്മൾ ഏത് വാഹനം ഓടിച്ചാലും വാഹനം ഓടുന്നതനുസരിച്ച് ഗിയർ മാറ്റി നമ്മൾ ശീലിക്കുക. ഇപ്പം നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് സെക്കൻഡ് ഇട്ട് പോകുന്നത് ശരിയല്ലോ. ഓരോ വേഗതക്ക് അനുസരിച്ച് ഗിയർ മാറ്റി മാറ്റി നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടി ഡീസൽ ഓടിക്കുന്നത് ഇങ്ങനെയാണ് ഓടിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. അടുത്ത ഓട്ടോറിക്ഷ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ്.